ഹലോ, ഇന്ന് ഇടിച്ചക്ക വെച്ചൊരു മസാലക്കറി വെക്കാം. സാധാരണ എല്ലാവരും തോരനാണ് വെക്കുന്നത്. ഇത് ഇടിച്ചക്ക വെച്ച് തോരൻ വെക്കാം, ഫ്രൈ ചെയ്യാം, കട്ട്ലേറ്റ് ഉണ്ടാക്കാം, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടാക്കാം. ഇന്ന് മസാലക്കറി വെക്കാം. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ സ്പെഷ്യൽ ഇടിച്ചക്ക മസാലക്കറി. അതിനായി ഞാനൊരു ഇടിച്ചക്ക പറിച്ചെടുത്തുകൊണ്ട് വന്നു. ഇത് കഷ്ണിച്ചെടുത്ത് തേങ്ങയൊക്കെ വറുത്തരച്ച് മസാലക്കറി തയ്യാറാക്കാം. ഇടിച്ചക്ക മുറിച്ചെടുത്തതിന് മുള്ളു ചെത്തി കഷ്ണിച്ചെടുക്കാം. മുള്ളു ചെത്തി കഷ്ണിച്ച് കുക്കറിൽ വേവിച്ച് എടുത്തു. ഇടിച്ചക്ക മസാലക്കറിക്കുള്ള അരപ്പിനായി തേങ്ങ, മുളക്, മല്ലി, കറിവേപ്പില ഇതെല്ലാം വറുത്ത് മസാല ചേർത്ത് അരച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം 3 കഷ്ണം വെളുത്തുള്ളി, കറിവേപ്പില ഇതിട്ട് പൊട്ടിക്കണം. അതിനുശേഷം ചെറിയ ഉള്ളി, ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതും ഒരു തക്കാളിക്ക ഇതും കൂടെ വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴന്നതിന് ശേഷം തക്കാളി ഇടാം. ഇനി തക്കാളി ഇടാം. ഇത് ചെറു തീയിൽ വഴന്നു വരട്ടെ. ഉള്ളി, തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു. ഇനി നമ്മുടെ മെയിൻ താരം കുക്കറെ വേവിച്ചിരിക്കുന്ന ഇടിച്ചക്ക ഇടാം. ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇനി തേങ്ങ വറുത്തരച്ച് അരപ്പ് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. സ്വാദിഷ്ടമായ ഇടിച്ചക്ക മസാലക്കറിയുടെ റെഡിയായി. അരപ്പൊക്കെ ചേർത്ത് തിളച്ചു. ഇനി വേണമെങ്കിൽ കടുക് താളിച്ചൊഴിക്കാം. ഞാൻ കുറച്ച് കടുക് താളിച്ചൊഴിക്കാൻ പോവാം. വെറൈറ്റി ഇടിച്ചക്ക മസാലക്കറി ഇവിടെ റെഡിയായി. അരപ്പൊക്കെ ചേർത്ത് തിളച്ചു. ഇനി കടുക് താളിച്ചും കൂടെ ഒഴിക്കാം. ഇടിച്ചക്ക മസാലക്കറി ഞാനിവിടെ സെർവ് ചെയ്തു. ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. കടച്ചക്ക കഴിഞ്ഞും ടേസ്റ്റാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്യൂ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.